നിങ്ങളെ കാണുന്നത് ചില മുസ്ലിം യുവാക്കളുടെ നേതൃത്വത്തിൽ ഒരു ഗോരക്ഷാസേന ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. ആ ഗോരക്ഷാസേന മഹാരാഷ്ട്രയിൽ നിന്നും വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച ഗോമാതാവിന്റെ ഇറച്ചി പിടിച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ്. ശ്രദ്ധിച്ചോ? അവിടുത്തെ മുസ്ലിം യുവാക്കളാണത്രേ ഇത് ചെയ്തത്. അഭിനന്ദനം. കാരണം അവർ ഇത്ര കാലമായിട്ട് ഈ ഗോമാംസത്തിന് പേരിൽ അടി കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ അടി കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പൊ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി അടി കൊള്ളാൻ തയ്യാറല്ല, അതിനു പകരം ഞങ്ങൾ ഇനി ഹിന്ദുക്കളെ പോലെ, അവിടെയുള്ള തീവ്ര ഹിന്ദുക്കളെ പോലെ ഇനി ഞങ്ങൾ പശുവിനെ സംരക്ഷിക്കാൻ പോവുകയാണ്. ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ 2ാം സ്ഥാനമാണ്. അതും ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ, അത് ഉത്തർപ്രദേശത്താണ്. ആ ഒരു ഉത്തർപ്രദേശത്ത് തന്നെയാണ് മുസ്ലിങ്ങൾ ഗോമാംസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നതും. വേണമെങ്കിൽ ഒരു ചെറിയ ഡയലോഗ് കേട്ടോളൂ. बीफ एक्सपोर्ट में हिंदुस्तान नंबर 1 है. किन चीजों के लिए गर्व किया जा रहा है? भाइयों बहनों, आपका कलेजा रो रहा है कि नहीं मुझे मालूम नहीं, मेरा कलेजा चिक चिक करके पुकार रहा है. ഇദ്ദേഹം പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ? ബീഫ് എക്സ്പോർട്ടില് നമ്മുടെ ഇന്ത്യ 1ാമതാണ് എന്നാണ് പറഞ്ഞത്. ഈ 1ാമതാണ് എന്ന് പറയുമ്പോൾ അതേ രാജ്യത്ത് തന്നെയാണ് ഇതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള വാർത്ത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തരാം. ആ ലിസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം. എങ്കിലും അതിൽ എന്താണ് അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ബീഫ് നമ്മുടെ മുസ്ലിം കൺട്രീസിലേക്ക്, വേണമെങ്കിൽ പറയാം സൗദി അറേബ്യ, ഗൾഫ് നാടുകളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഇതിന് പേരൊക്കെ മാറും. ഒരു ബീഫ് കയറ്റുമതിയുടെ ഒരു കമ്പനിയുടെ പേര് അൽ കബീർ ലിമിറ്റഡ് എന്നാണ്. അൽ കബീർ ലിമിറ്റഡ്, ഞാനിത് സൈഡിൽ വെക്കാം കേട്ടോ. അൽ കബീർ ലിമിറ്റഡ്, അതിന്റെ രസകരമായിട്ട് അതിന്റെ ഉടമസ്ഥന്റെ പേരാണ് രസം. സതീഷ് എന്നാണ് അതിന്റെ ഉടമസ്ഥന്റെ പേര്. അടുത്തത് അറേബ്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്ന വേറൊരു കമ്പനി, അതിന്റെ ഉടമസ്ഥന്റെ പേര് സുനിൽ കപൂർ എന്നാണ്. MKR എക്സ്പോർട്ട് എന്നാണ് വേറൊരു കമ്പനിയുടെ പേര്, അത് മഹൻ അബാട്ട് എന്നാണ് അയാളുടെ പേര്. അൽനൂർ എക്സ്പോർട്ട് എന്നാണ് വേറൊരു ബീഫ് കയറ്റുമതിയുടെ പേര്, അതിന്റെ ഉടമസ്ഥൻ പേര് സുനിൽ സൂദ് എന്നാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ അറബി പേരുകളിൽ ഒരുപാട് കമ്പനികൾ ഈ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ട്. ആ കമ്പനിയുടെ ഉടമസ്ഥന്മാരാവട്ടെ ഈ ഹിന്ദുക്കൾ തന്നെയാണ്. അവരാണ് ഈ പറയുന്ന ബീഫ് നമ്മുടെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ബീഫ് കമ്പനീസ് നമ്മുടെ പേരിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടുമാണ് ആ നാട്ടിൽ ഇതിന്റെ പേരിൽ ഭീകരമായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. ഇനി ഒരു വാർത്ത കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറയ്ക്ക് മുമ്പിൽ ഗോപൂജ, ക്യാമറയ്ക്ക് മുമ്പിൽ വൻ ഗോപൂജകളായിരിക്കും. രഹസ്യമായി ബീഫ് കയറ്റുമതിക്കാരുടെ ഫണ്ട് സ്വീകരിക്കുന്നു. അഭിഷേക് ബാനർജിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. BJPക്കെതിരെ ഗംഭീരമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ബീഫ് കയറ്റുമതി ചെയ്യുന്ന ആളുകളിൽ നിന്ന് BJP നല്ല ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട BJPയുടെ രാഷ്ട്രീയ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് എന്ന് അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഇനി ആ ഒരു സംരക്ഷണം ഒന്ന് കണ്ടാലോ? ഗംഭീരമാണ്. കണ്ടില്ലേ? എത്ര ഒരു സ്നേഹോഷ്മളമായിട്ടുള്ള സംരക്ഷണമാണെന്ന് ആലോചിക്ക്. वाओ! स्वयं भारत सरकार ने घोषित किया है कि पूरे विश्व में बीफ एक्सपोर्ट में हिंदुस्तान नंबर 1 है. കണ്ടില്ലേ? എത്ര അഭിമാനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ആലോചിക്ക്. ബീഫ് കയറ്റുമതില് നമ്മൾ 1ാമതാന്ന് പറയുകയും അതേസമയം തന്നെ ബീഫിനെ തഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് ചില BJP നേതാക്കളെല്ലാം ബീഫ് കഴിക്കുന്നുണ്ടെന്ന് പറയുന്ന ചില കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില വീഡിയോസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു സുവേന്ദു അധികാരി എന്ന് പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹം കഴിക്കുന്ന എന്താണ് കഴിക്കുന്നത്? ആ കടിച്ചു വലിക്കുന്നത് ചിക്കനാണോ ബീഫാണോ?
ഈ കഴിക്കുന്നത് ഇവിടെ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് അദ്ദേഹം കഴിക്കുന്ന ബീഫ് തന്നെയാണ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രചാരണങ്ങളൊക്കെ വരുന്നത്. കഴിഞ്ഞിട്ടില്ല, ഒരാൾ മാത്രമാണെന്ന് വിചാരിക്കേണ്ട, വേറൊരാൾ കൂടി ഉണ്ട്. ഇതാ കണ്ടോളൂ. सुरेश गुप्ता और बजरंग दल के कार्यकर्ता हैं। ये देखिए जो है ये अपना देखिए ये अपना वहाँ छुपा के ये मशहूर हैं, बजरंग दल के कार्यकर्ता हैं और आज तोड़ाई कर रहे हैं मीट का। राजधानी के हैं सुरेश गुप्ता। ബജ്രംഗ് ദൾ അതിൻ്റെ ഒരു നേതാവാണ്. നമുക്കറിയാം ഈ ബജ്രംഗ് ദളിന്റെ ഈ നേതാക്കന്മാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബീഫ് എന്താ പറയുക കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ പേരും പറഞ്ഞ് നാട്ടുകാരെ തല്ലിക്കൊല്ലുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ലെന്ന് ഒരു വീഡിയോ കൂടി കണ്ടോളൂ. मटन बनाने का मौज ले रहे हैं का वीडियो बना करके देश के लोगों को चिढ़ाने का काम। ഇത് BJPയുടെ വേറൊരു നേതാവാണ്. വെജ് ചിക്കൻ ആണോ കഴിക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആളുകളെ പറഞ്ഞു വയ്ക്കുന്നത്, ഏറ്റവും കൂടുതൽ ബീഫ് ഒരു പക്ഷേ കഴിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഇരട്ടത്താപ്പിന്റെ ഭാഗമായിട്ട് അത് കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നതും ഒരേ ടീമാണെന്നുള്ളതാണ്. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ബൈ.